ഗോപൻ സ്വാമിയുടെ സമാധി സംബന്ധിച്ച വിവാദം കൊഴുക്കുകയാണ്. ഇപ്പോൾ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കല്ലറ പൊളിക്കാൻ തുടങ്ങുകയാണ്. പ്രതിഷേധം ഇപ്പോഴും ഉണ്ട്. മക്കളെ നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടപടികൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. മക്കളെയും ഭാര്യയെയും അവിടെ നിന്ന് പോലീസ് നീക്കം ചെയ്തു. ഇപ്പോഴും പ്രതിഷേധക്കാർ ആ ചുറ്റുവട്ടത്തുണ്ടെന്നാണ് ജിബിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജിബിനെ കേൾക്കാമെങ്കിൽ നടപടികൾ കൃത്യമായി നടക്കുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ദിവിഷ്, അത് തന്നെയാണ്. അതായത് ഈ കളക്ടറിന്റെ ഉത്തരവനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയത്. പക്ഷേ ചിലരിപ്പോഴും ഇവിടെ ഈ പരിസരത്തൊക്കെ തന്നെ ഇന്ന് ചെറിയ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ പോലീസ് കൃത്യമായ നടപടിക്രമങ്ങളിലേക്കാണ് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ അതായത് ഈ കുടുംബം പറയുന്നതനുസരിച്ച് വ്യാഴാഴ്ച 11 മണിയോട് കൂടിയാണ് ഗോപൻ സ്വാമി ഈ സമാധി, അതായത് ഏകദേശം 5 വർഷം മുൻപ് ഗോപൻ സ്വാമി തന്നെ ഉണ്ടാക്കിയ സ്ഥലത്ത് നിർമ്മിച്ച ആ ഒരു സ്ഥലത്ത് സമാധിക്കായി നിർമ്മിച്ച സ്ഥലത്ത് ഗോപൻ സ്വാമി തന്നെ 11 മണിയോട് കൂടി വന്നിരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം സമാധിയാവുകയായിരുന്നു. ഇത് ഇളയ മകൻ സാന്നിധ്യത്തിലായിരുന്നു, രാജസേനൻ. അതാണ് മകൻ പറയുന്നത്. പക്ഷേ കുടുംബം പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ചില നാട്ടുകാരും പരാതിപ്പെട്ടവരൊക്കെ തന്നെ പറയുന്നത്. കാരണം ഈ ദിവസം രാവിലെ ഒരു ബന്ധു വന്ന ഗോപൻ സ്വാമി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെയധികം ഗുരുതരാവസ്ഥയിലായിരുന്നു. നടക്കാനൊന്നും തന്നെയുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം നടന്നു വന്ന ഈ സമാധിക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ അദ്ദേഹം വന്നിരുന്നു എന്നുള്ള ഒരു സംശയവും നാട്ടുകാരും അതുപോലെ തന്നെ ചില ബന്ധുക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ദിവസം ഒന്നും തന്നെ നാട്ടുകാരെ ഒന്നും തന്നെ ഈ മക്കളോ കുടുംബക്കാരോ വിവരം അറിയിച്ചിരുന്നില്ല. ഇതിൽ മകനായിട്ടുള്ള രാജസേനനും അനന്തനും പറയുന്നത് അച്ഛൻ പണ്ട് പറഞ്ഞിരുന്നു. അതായത് ഏകദേശം 5 വർഷം മുമ്പ് ഈ സമാധിക്കായുള്ള സ്ഥലമൊക്കെ ഒരുക്കിയ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സമാധി ചെയ്യുന്ന സമയത്ത് ചെറിയ കർമ്മങ്ങളും പൂജകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. ഈ കർമ്മങ്ങളും പൂജകളും പുറത്തുനിന്നുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ഫലം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ വിവരം ആരും ആ സമയത്ത് അറിയിക്കരുത്. കാരണം നാട്ടുകാരൊക്കെ ഒത്തുകൂടി കഴിഞ്ഞാൽ കർമ്മവും പൂജയും വിജയിക്കില്ല എന്നാണ് ഈ അച്ഛൻ മകനോട് പറഞ്ഞതെന്നാണ് കുടുംബം അറിയിക്കുന്നത്. അതനുസരിച്ചാണ് നാട്ടുകാരെയോ മറ്റ് പുറത്തുള്ള കുടുംബക്കാരെയോ ഒന്നും തന്നെ ഇവർ ഈ മരണ വാർത്ത അറിയിക്കാത്തതെന്നും കുടുംബം പറയുന്നുണ്ട്. ഇതിനുശേഷം അതായത് ഈ വ്യാഴാഴ്ചയോടുകൂടി മരണം സംഭവിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെയോട് കൂടിയാണ് ഗോപൻ സ്വാമി സമാധിയായെന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ കുടുംബക്കാർ തന്നെ പതിപ്പിക്കുന്നത്. ഇത് കണ്ടാണ് നാട്ടുകാരൊക്കെ ഈ വിവരം അറിയുന്നതും ഇവർ പോലീസിനൊക്കെ തന്നെ വിവരം അറിയിക്കുന്നതും. ഇത് സംബന്ധിച്ചാണ് പിന്നീട് പോലീസിന്റെ ഭാഷമനുസരിച്ച് കുടുംബക്കാർ പറയുന്നതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുക, അത് പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയുള്ള മരണമാണ്, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കാരണം ഇതൊരു സ്വാഭാവികമായ മരണമാണോ അല്ല എങ്കിൽ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകളൊക്കെ തന്നെ അഴിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് കളക്ടറിന്റെ ഭാഗത്ത് നിന്ന് രാവിലെയോട് കൂടി തന്നെ ഏകദേശം 11 മണിയോട് കൂടി തന്നെ കളക്ടറിന്റെ ഉത്തരവിറങ്ങിയത്. ഈ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറങ്ങിയത്. ആ സമയത്ത് തന്നെ ജില്ലാ കളക്ടർ അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർക്കാണ് ഈ നടപടിക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർ തന്നെ നേരിട്ടെത്തി കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഡിവൈഎസ്പിയും അതുപോലെ ഡിവൈഎസ്പി, RDO, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം, ഫോറൻസിക് സംഘം, സയന്റിഫിക് സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയത്. ഇവർ സ്ഥലത്തെത്തിയ സമയത്താണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം എത്തിയത്. അതായത് ഈ കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതശരീരം പുറത്തെടുക്കുമെന്ന് കണ്ടതോടെ വലിയ രീതിയിലുള്ള ജനമാണ് ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തിയത്. ഇതിൽ കുടുംബത്തെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ പോലീസിന്റെ നിലപാടിനെ അനുകൂലിക്കുന്നവരും ഉണ്ടായിരുന്നു. ഈ രണ്ട് സംഘങ്ങൾ തമ്മിലാണ് ആദ്യഘട്ടത്തിൽ വാക്കുവാദം ഉണ്ടായത്. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രശ്നങ്ങളില്ലാതെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അല്ലെങ്കിൽ മൃതദേഹം പുറത്തെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ ഇപ്പോൾ നടക്കുന്നു. പ്രതിഷേധിച്ച കുടുംബാംഗങ്ങളെ പോലീസ് ബലപ്രയോഗത്തിലൂടെയും അല്പം അനുനയിപ്പിച്ചുമൊക്കെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.